ഒരു പട്ടാള ചിട്ടയെ പോലെ, ഒരു പട്ടാളത്തെ ഒരു യുദ്ധമുഖത്ത് അണിനിരത്തിയതുപോലെയാണ് നിങ്ങൾ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അഭിമാനം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ചാനൽ 10ന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പെരിന്തൽമണ്ണ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച സ്വാതന്ത്ര്യദിനാഘോഷം പ്രൗഢമായി. പരേഡിന് സല്യൂട്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകിയ നഗരസഭാ ചെയർമാൻ പി ഷാജി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ച് സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ച ധീരയോദ്ധാക്കൾക്ക് സ്മരണാഞ്ജലി അർപ്പിച്ചാണ് നാടെങ്ങും 78ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. രാജ്യവ്യാപകമായി വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത്. പെരിന്തൽമണ്ണയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം നഗരസഭയുടെ സംഘാടക മികവും പ്രമുഖരുടെ പങ്കാളിത്തവും കൊണ്ട് ശ്രദ്ധേയമായി മാറി. നഗരസഭാ ചെയർമാൻ പി ഷാജി ദേശീയ പതാക ഉയർത്തിയതോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി ചെറിയാന്റെ പരിശീലന മികവിൽ നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി സല്യൂട്ട് സ്വീകരിച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ അണിനിരക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി മികച്ച രീതിയിൽ പരേഡ് നടത്തിയത് സജി ചെറിയാന്റെ സംഘാടക മികവായിരുന്നു. വിവിധ സ്കൂളുകളിലെ സ്റ്റുഡൻസ്, പോലീസ് കേഡറ്റ്സ്, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ദേശീയ ഹരിത കർമ്മസേന തുടങ്ങിയവർ പങ്കെടുത്ത പരേഡ് വർണ്ണാഭമായി. ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത നഗരസഭാ ചെയർമാൻ പി ഷാജി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യം നേടിത്തന്ന പൂർവികർ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ചാണ് പോരാടിയതെന്നും സ്വാതന്ത്ര്യത്തിനായി ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഒന്നിച്ചു നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിക്കാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കാലഘട്ടത്തിൽ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നും ആഹ്വാനം ചെയ്തു. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടേണ്ടവരാണ് എന്ന് സ്വാതന്ത്ര്യ സമര പോരാളികൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ ജനങ്ങളെ ബോധിപ്പിച്ച് നമ്മളെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ ഒരുമിച്ച് കോർത്തപ്പോഴാണ്, നമ്മൾ ഒന്നായപ്പോഴാണ് നമുക്ക് ബ്രിട്ടീഷുകാർക്കെതിരെ മറ്റു വിദേശ ശക്തികൾക്കെതിരെ ഒന്നിച്ച് പോരാടാൻ വേണ്ടി കഴിഞ്ഞത്. രാജ്യത്തിന്റെ ഭാവി വിദ്യാർത്ഥികളിലാണെന്നും കുട്ടികളിലെ ഊർജ്ജസ്വലത പ്രതീക്ഷ നൽകുന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വളർന്നു വരുന്ന വിദ്യാർത്ഥികളും യുവതലമുറയുമാണ്. ഇവിടേക്ക് ഒരു ശത്രുവെ കയറി വന്നാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സേനയാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് എനിക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു പട്ടാള ചിട്ടയെ പോലെ, ഒരു പട്ടാളത്തെ ഒരു യുദ്ധമുഖത്ത് അണിനിരത്തിയതുപോലെയാണ് നിങ്ങൾ ഇന്ന് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്നാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. അഭിമാനം. നമ്മൾ വളർന്നു വരുന്ന യുവതലമുറയെ കുറിച്ചുള്ള അഭിമാനമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഇതിൽ നിന്നും കാണാൻ വേണ്ടി കഴിയുന്നു. വളരെ മികച്ച രൂപത്തിൽ, നമ്മുടെ എല്ലാ അന്തസ്സിനും ഒത്ത രൂപത്തിൽ ഇവിടെ മാർച്ച് ചെയ്തു പോവാൻ എന്റെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന സന്തോഷം ഇവിടെ പങ്കുവെക്കുകയാണ്. വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സുമേഷ് സുധാകരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CM ലത, നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ, കൗൺസിലർ സീനത്ത്, നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ CK വത്സൻ, കിനാദിൽ സ്വാലിഹ്, സുൽഫിക്കർ അലി, രാജീവ് ബോസ്, സുഹറ, K ശൈലജ, TK കുൻസോ, P വിനോദ് കുമാർ, മുനിസിപ്പൽ എഞ്ചിനീയർ KP നിഷാന്ത്, നഗരസഭാ സെക്രട്ടറി G മിത്രൻ തുടങ്ങിയവർ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്തു.
GMLP സ്കൂളിലെ ദിവ്യയുടെ ദേശഭക്തി ഗാനവും വയലിൻ സംഗീതവും ആകർഷണീയമായി. നാട്ടുകാരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നിരവധി പേരാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയത്. സ്വാതന്ത്ര്യദിന പരേഡിൽ LP വിഭാഗത്തിൽ GMLP സ്കൂൾ കക്കൂത്ത് 1ാം സ്ഥാനവും GMLP സെൻട്രൽ പെരിന്തൽമണ്ണ 2ാം സ്ഥാനവും നേടി. UP വിഭാഗത്തിൽ 1ാം സ്ഥാനം പ്രസന്റേഷൻ സ്കൂളും 2ാം സ്ഥാനം SMUP സ്കൂൾ പെരിന്തൽമണ്ണയും കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗത്തിൽ GGVHS പെരിന്തൽമണ്ണ 1ാം സ്ഥാനവും GHSS പെരിന്തൽമണ്ണ 2ാം സ്ഥാനവും നേടി. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഗവൺമെന്റ് ബോയ്സ് സ്കൂൾ 1ാം സ്ഥാനവും BHC പെരിന്തൽമണ്ണ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. SPC വിഭാഗത്തിൽ പെരിന്തൽമണ്ണയ്ക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. കുന്നക്കാവും പുലാമന്തോളും 2ാം സ്ഥാനം പങ്കിട്ടു. പരേഡിൽ ബാൻഡ് മേളത്തിൽ വിസ്മയം തീർത്ത പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ ആഘോഷ പരിപാടിയെ കൂടുതൽ വർണ്ണാഭമാക്കി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആഘോഷ പരിപാടിയിൽ നഗരസഭയുടെ സംഘാടന മികവ് എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും കൈകോർത്ത ആഘോഷ പരിപാടിയിൽ കുട്ടികളെ മാർച്ച് പാസ്റ്റിനായി അണിനിരത്തിയ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജി ചെറിയാന്റെ സംഘാടന മികവും ഏറെ ശ്രദ്ധേയമായി. ദേശീയ ഗാനത്തോടെയാണ് നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സമാപിച്ചത്. ചാനൽ 10 പെരിന്തൽമണ്ണ. സഫയോടൊപ്പം കല്യാണം കൂടാം, നേടാം ഓരോ ദിവസവും 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 15 വരെ ദിവസേന സഫ ജ്വല്ലറിയിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് നേടാം 5000 രൂപ ക്യാഷ് പ്രൈസ്. സെപ്റ്റംബർ 30 വരെ വെഡിംഗ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 3 കപ്പിൾസിന് നൽകുന്നു ആകർഷകമായ ഹണിമൂൺ പാക്കേജ്. വിവാഹ പാർട്ടികൾക്ക് 2.5% മുതൽ പണിക്കൂലിയിൽ ഇൻഷുറൻസ് പരിരക്ഷയോടെ ആഭരണങ്ങൾ സ്വന്തമാക്കാം. വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ 10% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. കല്യാണത്തിന് സ്വർണം വാങ്ങാൻ ഇനി നേരെ പോര് സഫ ജ്വല്ലറിയിലോട്ട്. സഫ ജ്വല്ലറി. കോൾ 9400024912.